നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്ര എയർ ഇന്ത്യയിലാണെങ്കിൽ പണിയുറപ്പ് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. യാത്രയ്ക്കായി എയർ ഇന്ത്യയെ ആശ്രയിക്കുന്ന പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന വാർത്തയാണ് അടുത്തിടെയായി പുറത്തു വരുന്നതും. ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനമാണ് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തന്നെ. മാത്രമല്ല, സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നത് അടുത്തിടെ പതിവ് സംഭവമാവുകയാണ്. ഒന്നല്ല രണ്ടല്ല, ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ശേഷം തിരിച്ചിറക്കേണ്ടതായി വന്നത്. ഇപ്പോഴിതാ ഇതിന് സമാനമായ അവസ്ഥ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കേണ്ടതായി വന്നിരിക്കുകയാണ്. രാത്രി 11:45-നാണ് ഷാർജയിൽ നിന്നും വിമാനം പറന്നുയർന്നത്. പുറപ്പെട്ട് 1 മണിക്കൂർ പറന്ന ശേഷമാണ് AI998 വിമാനം ഷാർജയിൽ തന്നെ തിരിച്ചിറക്കിയത്. സാങ്കേതിക തകരാറാണ് ഇതിനും കാരണമായി അധികൃതർ പറയുന്നത്. യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് എയർപോർട്ട് ടെർമിനലിലേക്ക് മാറ്റി. 170ഓളം യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനയാത്ര പുറപ്പെടുമ്പോൾ തന്നെ അസാധാരണ ശബ്ദം അനുഭവപ്പെട്ടിരുന്നതായി യാത്രക്കാർ പറഞ്ഞു. വിമാനം തിരിച്ചിറക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് സാങ്കേതിക തകരാർ ഉള്ളതിനാൽ വിമാനം തിരിച്ചിറക്കുന്ന വിവരം പൈലറ്റ് യാത്രക്കാരെ അറിയിക്കുന്നത്. ഗർഭിണികളും കുഞ്ഞുങ്ങളും പ്രായമായവരും ബന്ധുക്കൾ മരിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്നവരുമൊക്കെ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അടിയന്തര ആവശ്യങ്ങൾക്ക് 1, 2, 3 ദിവസങ്ങൾക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരേണ്ടവരും നിരവധിയാണ്. റെസിഡന്റ് വിസയുള്ള യാത്രക്കാരോട് വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് വലിയ തലവേദനയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സന്ദർശക വിസയിലുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം വിമാനത്താവളത്തിൽ കുടുങ്ങിയ അവസ്ഥയിലാണ്. ഇനിയും എത്ര മണിക്കൂറുകൾ ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ കഴിയേണ്ടി വരും എന്ന ആശങ്കയിലാണ് ഇവർ. നാട്ടിലെത്തേണ്ട ആവശ്യമുള്ളവരും അടിമുടി പെട്ടിരിക്കുകയാണ്. നാട്ടിലെത്തിക്കേണ്ട ഒരു മൃതദേഹവും വിമാനത്തിലുണ്ട്. മൃതദേഹം മറ്റു വിമാനത്തിൽ കയറ്റിവിടാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അധികൃതർ പറയുന്നത്. മഴ മൂലം ഗതാഗത തടസ്സം നേരിടുന്നതിനാൽ പലരും മണിക്കൂറുകൾക്ക് മുന്നേ താമസ സ്ഥലത്ത് നിന്നും പുറപ്പെട്ടവരാണ്. നേരം പുലരും വരെ യാത്രക്കാർക്ക് ഭക്ഷണം നൽകാൻ പോലും എയർ ഇന്ത്യ അധികൃതർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത ഹോട്ടലുകളിൽ ഒഴിവില്ലെന്ന മറുപടിയാണ് അധികൃതർ നൽകിയത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ റൺവേയിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നതിനാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഇനി ബദൽ മാർഗം കാണാൻ കഴിയുകയുള്ളൂ. അതിനാൽ 12 മണിക്കൂറിലധികം എയർപോർട്ടിൽ കഴിയേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ മുഴുവൻ തുകയും തിരികെ നൽകാമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.